ഹലോ. അപ്പോൾ കർക്കിടകമായിട്ട് എന്താ എല്ലാവർക്കും പരിപാടി? മഴയും കാര്യങ്ങളൊക്കെ ആണല്ലേ. നമ്മുടെ ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ കെയറും അതുപോലെ ഹെയർ കെയറും ഒക്കെ വളരെ പ്രധാനമാണല്ലേ. അപ്പോൾ മഴ കാര്യങ്ങൾ പെയ്യുമ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. നമുക്ക് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഈ മാസങ്ങളിൽ എന്തൊക്കെ സൂക്ഷിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. കെയറും ഹെയർ കെയറും പോലെ തന്നെ പ്രധാനമാണല്ലേ കുഞ്ഞുങ്ങളെ സ്കിൻ കെയറും ഹെയർ കെയറും. അപ്പൊ നമ്മൾ അതും അതിന്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. മാത്രമല്ല ഈ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസം നല്ല കറക്റ്റായി ചെയ്യും, പിന്നെ പിറ്റേ ദിവസം നമുക്ക് അതുപോലെ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. മാത്രമല്ല കൂടുതലായിട്ട് മടിയും വരും. അപ്പോൾ പിന്നെ അതിനേക്കാളും നമുക്ക് ഈ ഒരു മാസം ഒരു 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിച്ചാൽ പിന്നെ അത് നമുക്ക് അടുത്ത ഈ കർക്കിടകം വരെയുള്ളത് കിട്ടും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണല്ലേ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യാനായിട്ട് നോക്കുക. പ്രത്യേകം സ്കിൻ കെയർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയുണ്ട് ഓരോ സ്കിൻ കെയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഏത് സ്കിൻ കെയർ ആണെങ്കിലും ചെയ്യേണ്ടത്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ പുറത്തു പോയി ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തു പോയി നമ്മൾ സ്കിൻ കെയർ ഓയിലിൻ്റെ വേണ്ട സാധനങ്ങളൊക്കെ സംഭരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്രകൃതിയുടെ സ്കിൻ കെയർ ഓയിൽ. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് യൂസ് ചെയ്യാം, അതുപോലെ കുളി കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ ഒരു 5-10 മിനിറ്റ് മുമ്പ് നമ്മളിത് ശരീരത്തിൽ മുഴുവൻ അപ്ലൈ ചെയ്യുക. എന്നിട്ട് കുളിക്കുമ്പോൾ അത് അങ്ങനെ വാഷ് ചെയ്ത് കളയുക. ഇനി എല്ലാം കുളിച്ച് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നനവൊന്നും മേത്ത് പാടില്ല. അതിനുശേഷം നമ്മളത് അപ്ലൈ ചെയ്യുക. ഒരു 5 മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു എന്താ ഓയിൽ മസാജ് ഇങ്ങനെ നമ്മൾ ഫേസിൽ ചെയ്യുക. എപ്പോഴും മേലോട്ട് ചെയ്യാനായിട്ട് നോക്കുക, ഇല്ലെങ്കിൽ സ്കിന്നിന് സാഗ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മൊത്തത്തിൽ അപ്ലൈ ചെയ്യാത്ത ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഈ പിരികും കാര്യങ്ങളും ഒഴിവാക്കുക കേട്ടോ പുറത്ത് അപ്ലൈ ചെയ്യുമ്പോൾ, സ്കിൻ കെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ മാത്രമല്ല കുളിക്കാൻ പോകുന്ന ടൈമിൽ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമല്ലോ ഹെയറിൽ. അപ്പോൾ കറക്റ്റ് നെറുകയിൽ, അതായത് നമ്മുടെ ഇവിടെ ആയിട്ട് എന്താ ചെയ്യുക, ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ കുളി കഴിഞ്ഞ് തേക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഹെയർ കെയർ ഓയിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ ബെറ്റർ. കുളിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. കർക്കിടകത്തിൽ നമ്മൾ അങ്ങനെയല്ലല്ലോ, എണ്ണ തേച്ച് കുളിക്കാനല്ലേ പറയുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്രകൃതിയുടെ ബാത്ത് പൗഡർ. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് പൗഡർ എടുക്കുക. ഒരു 3 സ്പൂണോളം പൗഡർ എടുക്കുക. അതിലൊരു നോർമൽ വാട്ടർ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നേരിട്ട് ഒരു സ്ക്രബ് എന്ന രീതിയിൽ ഒരു സോപ്പ് നമ്മളിപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് അതുപോലെ നമ്മളത് ചെയ്ത് കൊടുക്കുക. പിന്നെ മാത്രമല്ല ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ബ്രൈറ്റ് ആവാനും സ്കിന്നിൽ ഉണ്ടാകുന്ന പൊരിച്ചില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ കംപ്ലീറ്റ്ലി മാറിക്കിട്ടും. അതായത് നിങ്ങൾക്ക് നല്ല ഒരു നിങ്ങളുടെ സ്കിന്നിൽ തൊടുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ഫീലിംഗ് ആയി. മാത്രമല്ല ഇതിൽ ചേർക്കുന്നത് കടലമാവ്, ചെറുപയർപ്പൊടി, റോസ്, ആവാരം, രാമച്ചം തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മളിതിൽ ചേർക്കുന്നത്. അതുപോലെ ഇതിൽ ചേർക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ, ഇത് രാമച്ചം. അപ്പോൾ എന്തിനാണ് ഈ രാമച്ചം ഇതിലുള്ളതെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ ബോഡിയൊക്കെ നല്ല ചൂടാവും. മഴക്കാലമാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നല്ല ഹീറ്റായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പാകപ്പെടുത്തി അതിൻ്റേതായ ഒരു രൂപത്തിലോട്ട് അതിന് കൊണ്ടുവരാൻ നല്ല സഹായിക്കും. അതുപോലെ സ്കിൻ ഗ്ലോക്ക് പ്രൊമോട്ട് ചെയ്യും നമ്മുടെ രാമച്ചം കേട്ടോ. പിന്നെ ഹിബിസ്കസ്, അതുപോലെ റോസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ബെനിഫിറ്റുള്ള പ്രോഡക്റ്റുകളാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയില്ല. ആവാരം പൗഡർ, റോസ് പൗഡർ, ഹിബിസ്കസ് പൗഡർ തുടങ്ങിയ ഒട്ടുമിക്ക പൗഡേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യപ്രകാരം നമ്മളത് നിങ്ങളിലേക്ക് എത്തിച്ചു തരും. ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും വളരെ ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു പൗഡറിൽ വരുന്നത്, ബാത്ത് പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ വരുന്നത്. ഇത് തന്നെ ബേബീസിനുണ്ട്. അതുപോലെ പറയാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ സ്കിൻ കെയർ ഓയിലും കുഞ്ഞുങ്ങൾക്ക് പാകപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിച്ചിരിക്കേണ്ട ലേഹ്യങ്ങൾ, അതുപോലെ തന്നെ മരുന്നുകൾ, അതായത് നമുക്ക് വേദന കാര്യങ്ങളൊക്കെ കൂടുതൽ വരുമല്ലോ. നമ്മൾ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തണുപ്പിറങ്ങുന്ന മാസമാണ്. മുട്ടുവേദന, നടുവേദന തുടങ്ങിയിട്ടുള്ള വേദനകളൊക്കെ വരും. അപ്പോൾ ഓരോരുത്തരുടെ വേദനകൾക്ക് അനുസരിച്ച് പാകപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെയിൻ ബാമും തൈലം, മരുന്ന് കിഴി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ സ്കിൻ കെയർ ഓയിൽ, ഹെയർ കെയർ ഓയിൽ, അതുപോലെ താളി, ലേഹ്യങ്ങൾ, മരുന്ന് കിഴി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ട കറക്റ്റായ രീതി കാര്യങ്ങളുമായിട്ട് നമ്മൾ ഉടനെ വീഡിയോസും കാര്യങ്ങളും വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്,
ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോസിൽ വരാനിരിക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊരു കാര്യമാണ്, പെട്ടെന്ന് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ കെയർ ഓയിൽ, ഹെയർ കെയർ ഓയിൽ മെയിനായിട്ടുള്ള അത് രണ്ടെണ്ണമാണ്. അത് രണ്ടും അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് കാര്യങ്ങളാണ് സ്കിൻ കെയറും ഹെയർ കെയറും. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഓരോ പ്രൊഡക്റ്റുകളും, അതായത് സ്കിൻ കെയർ ഓയിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, ഹെയർ കെയർ ഓയിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, ലേഹ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാത്രമല്ല നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ റിലേറ്റീവ്സിനും കാര്യങ്ങൾക്കൊക്കെ. ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആവും. കാരണം ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളും അറിയേണ്ട കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ വീഡിയോസിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റുകളും ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലല്ലേ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.